ബോധമണ്ഡലത്തിന്റെ വ്യാപ്തിയും ആഴവും വർദ്ധിപ്പിക്കുന്നതിനും മനുഷ്യ നാഗരികതയുടെ ദീർഘകാല നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനുമാണ് നമ്മൾ ചൊവ്വയിലേക്ക് പോകേണ്ടത്. ടെക് ഭീമൻ ഇലോൺ മസ്കിന്റെ വാക്കുകളാണിത്. 2000 ആണ്ടിന്റെ തുടക്കം മുതൽ മസ്ക് ഈ സ്വപ്നത്തിന് പിന്നാലെയാണ്. ഭൂമി മനുഷ്യന് അത്ര സുരക്ഷിതമല്ലെന്നാണ് മസ്കിന്റെ വിലയിരുത്തൽ. ഭാവിയിൽ ഭൂമിക്ക് എന്തെങ്കിലും വലിയ ദുരന്തം സംഭവിച്ചാൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് അഥവാ ഒരു ബാക്കപ്പ് പ്ലാനറ്റ് ആയിട്ടാണ് മസ്ക് ചൊവ്വയെ കാണുന്നത്. വേഗത്തിൽ നിർമ്മിക്കുക, വേഗത്തിൽ പറത്തുക, പരാജയങ്ങളിൽ നിന്ന് വേഗത്തിൽ പഠിക്കുക. ഈ ശൈലിയാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി പിന്തുടരുന്നത്. 2023 ആദ്യത്തെ 2 സ്റ്റാർഷിപ്പ് പരീക്ഷണങ്ങളും വലിയ പരാജയമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വിജയത്തിലേക്ക് നിരങ്ങി നീങ്ങിയതും നമ്മൾ കണ്ടു. ചന്ദ്രനിലേക്കെന്ന പോലെ ഇനി ചൊവ്വയിലേക്കും ആധിപത്യം സ്ഥാപിക്കാനാണ് ഇലോൺ മസ്കിന്റെ നീക്കം. ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനും അവിടെ നിലനിർത്തുന്നതിനും ശാസ്ത്രലോകം ഇനിയും പരിഹരിക്കാത്ത വലിയൊരു കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ഭാരമേറിയ പേടകങ്ങൾ ലാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങി അത് നിരവധിയാണ്. മസ്കിന്റെ പക്കൽ $1 ട്രില്യൺ സമ്പത്തുണ്ടെങ്കിലും ചൊവ്വ ദൗത്യം എന്നത് പണം കൊണ്ട് മാത്രം പെട്ടെന്ന് തീർക്കാവുന്ന ഒന്നല്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ആദ്യം ചന്ദ്രനും പിന്നീട് ചൊവ്വയും ഭാവി പരിപാടികൾക്ക് എങ്ങനെ ഉപകരിക്കുമെന്നാണ് മസ്ക് പറയാൻ ശ്രമിക്കുന്നത്. ഇലോൺ മസ്കിന്റെ പുതിയ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിശദമായി ടെക് ടോക്കിലൂടെ. ചാന്ദ്രദൗത്യത്തിൽ AI-യുടെ പങ്ക് വളരെ വലുതാണ്. AI-യുടെ മാന്ത്രിക കൈകൾ അങ്ങ് ബഹിരാകാശത്തും പ്രവർത്തിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം. അതിന്റെ തെളിവാണ് ചന്ദ്രയാൻ ദൗത്യത്തിൽ നമ്മൾ കണ്ടതും. ചന്ദ്രോപരിതലത്തിൽ ലാൻഡറിന്റെ ടച്ച് ഡൗൺ സുരക്ഷിതമാക്കുന്ന പ്രക്രിയയിൽ AI-യിൽ പ്രവർത്തിക്കുന്ന സെൻസറുകൾ നിർണായക പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുള്ളത്. സോഫ്റ്റ് ലാൻഡിംഗ് സമയത്ത് അപകട സാധ്യതയുണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ വേണ്ടി ചന്ദ്രന്റെ ഭൂപ്രകൃതി മുൻകൂട്ടി അറിയാൻ ലാൻഡർ അപകട കണ്ടെത്തലിനും അവോയ്ഡൻസ് ക്യാമറയും സാങ്കേതികവിദ്യ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ചന്ദ്രയാൻ 3 ലാൻഡിംഗ് വിജയകരമായതോടെ US, റഷ്യ, ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയായിരുന്നു. ചന്ദ്രദൗത്യത്തിൽ AI-യുടെ പങ്ക് എന്താണെന്നത് വലിയ ചോദ്യമാണ്. വിവിധ വ്യവസായങ്ങളിൽ അത്യാവശ്യ ആസ്തിയായ കൃത്രിമ ബുദ്ധി അതിവേഗം ഉയർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ബഹിരാകാശ പര്യവേക്ഷണം ഇതിൽ പ്രധാനമാണ്. ഡാറ്റ വിശകലനം ചെയ്യുന്നതിൽ AI പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നുണ്ട്. പ്രവചനാത്മകമായ ഉൾക്കാഴ്ചകൾ നൽകാനും സ്വയംഭരണ നാവിഗേഷൻ നൽകാനും ദൗത്യപ്രവർത്തനം ഒപ്റ്റിമൈസ് ചെയ്യാനും അതിലെ അപാകതകൾ കണ്ടെത്താനും ഒക്കെ വേഗത്തിൽ തന്നെ ഇതിൽ നടക്കും. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ 3ാമത്തെ ദൗത്യമായ ചന്ദ്രയാൻ 3-ൽ മുൻ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് സമാനമായൊരു പ്രധാന പങ്ക് തന്നെയാണ് AI വഹിച്ചിട്ടുള്ളത്. ചന്ദ്രോപരിതലത്തിൽ ലാൻഡറിന്റെ ടച്ച് ഡൗൺ സുരക്ഷിതമാക്കുന്ന പ്രക്രിയയിൽ AI-യിൽ പ്രവർത്തിക്കുന്ന സെൻസറുകൾ നിർണായക പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. സോഫ്റ്റ് ലാൻഡിംഗ് സമയത്ത് അപകട സാധ്യതയുണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ വേണ്ടി ചന്ദ്രന്റെ ഭൂപ്രകൃതി മുൻകൂട്ടി അറിയാൻ ലാൻഡർ അപകട കണ്ടെത്തൽ, അവോയ്ഡൻസ് ക്യാമറ എന്നിവയെല്ലാം ഈ സാങ്കേതിക വിദ്യ സഹായിച്ചിട്ടുണ്ട്. അതിനെ നാവിഗേഷൻ ചെയ്യാനും അപകട സാധ്യതകൾ ലഘൂകരിക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമൊക്കെ ഇത് സഹായിച്ചു. വെലോസിമീറ്ററുകളുടെയും ആൾട്ടിമീറ്ററുകളുടെയും സെൻസർ ശ്രേണിയെ ഊന്നി പറയുന്ന ഒരു സാങ്കേതിക മുന്നേറ്റം ISRO ചെയർമാൻ S. സോമനാഥം വെളിപ്പെടുത്തിയിരുന്നു. ലാൻഡറിന്റെ വേഗത, ഉയരം തുടങ്ങി സുപ്രധാന ഡാറ്റ അത്തരം ഉപകരണങ്ങൾ നൽകുന്നുണ്ട്. അതേസമയം ഒരു കൂട്ടം ക്യാമറകൾ, അതായത് അപകട സാധ്യതകൾ ഒഴിവാക്കുന്ന ക്യാമറയും ജഡത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്യാമറകളുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അത്തരം ക്യാമറകൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പകർത്തുന്നത്. ലാൻഡിങ്ങിന്റെ കൃത്യമായ സ്ഥാനം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രം സൃഷ്ടിക്കുന്നതിന് ഈ ഡാറ്റ സ്ട്രീമുകൾ നൂതന കമ്പ്യൂട്ടർ അൽഗോരിതങ്ങളുമായി അനായാസമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. AI സംയോജിത റോവർ പ്രഖ്യാൻ എന്താണെന്ന് നോക്കാം. റോവറിന്റെ ചന്ദ്ര പര്യവേക്ഷണ ഘട്ടമായ പ്രഖ്യാനെ AI സഹായിക്കും. കൗതുകകരമായ ചന്ദ്ര സവിശേഷതകൾ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനും റോവറിന്റെ കാര്യക്ഷമമായ പര്യവേക്ഷണത്തിനുള്ള ഓപ്റ്റിമൽ റൂട്ട് ചാർട്ട് ചെയ്യുന്നതിനും AI അൽഗോരിതങ്ങൾ വഴികാട്ടും. റോവറിൽ നാവിഗേഷൻ ക്യാമറകളും ഒരു RX-TX ആന്റിനയും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ പ്രവർത്തനത്തിലും നയിക്കാൻ AI ഉപയോഗിക്കും. പ്രഖ്യാനിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്ററും ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പും സജ്ജീകരിച്ചിട്ടുണ്ട്. ബഹിരാകാശ പേടകം ഒരേ സമയം സുപ്രധാന ഡാറ്റ ശേഖരിക്കും.
വിശകലന ഘട്ടത്തിലിരിക്കുമ്പോൾ AI കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുകയും വിശകലനങ്ങൾ സജീവമായി ഏർപ്പെടുകയും ചെയ്യും. പരമ്പരാഗതമായ സമീപനങ്ങളിലൂടെ മറഞ്ഞിരിക്കാവുന്ന ഉൾക്കാഴ്ചകൾ കൃത്രിമ ബുദ്ധിയുടെ അതായത് AIയുടെ പങ്കാളിത്തം പ്രാപ്തമാക്കും. AI സംയോജിത റോവർ ലാൻഡിംഗ് മേഖലയുടെ പരീക്ഷണാത്മക വിശകലനം നടത്തുകയും സമീപത്തുള്ള ചന്ദ്രമണ്ണിന്റെ ധാതുഘടന നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യും. ഇതുകൂടാതെ ചന്ദ്രയാൻ 3 ലാൻഡിംഗ് വിജയകരമായതോടെ US, റഷ്യ, ചൈന തുടങ്ങി രാജ്യങ്ങൾക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു. ISROയുടെ അഭിപ്രായത്തിൽ ഈ ദൗത്യത്തിൽ 3 പ്രധാന ലക്ഷ്യങ്ങളടക്കം ഉൾപ്പെടുന്നതാണ്. ചന്ദ്രനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയ്ക്ക് അതിവിപുലമായ സാധ്യതകളാണുള്ളതെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ. ചന്ദ്രയാൻ ദൗത്യങ്ങൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിച്ച സാങ്കേതിക വിദ്യ ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിരമായ വാസസ്ഥലങ്ങൾ ഒരുക്കുന്നതിനും വൻകിട ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതിനും വരെ ഉപയോഗപ്പെടും. അതിനായി മസ്ക് ഊണും ഉറക്കവുമില്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്ക് മാത്രമല്ല, മറ്റ് ടെക് ഭീമന്മാരും അതിനായി ഉറക്കമൊഴിയുകയാണ്. ചന്ദ്രനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI സാങ്കേതിക വിദ്യയ്ക്ക് അതിവിപുലമായ സാധ്യതകൾ തന്നെയാണുള്ളത്. ചന്ദ്രയാൻ ദൗത്യങ്ങൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിച്ച സാങ്കേതിക വിദ്യ ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിരമായ വാസസ്ഥലങ്ങൾ ഒരുക്കുന്നതിനും വൻകിട ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതിനും വരെ ഉപയോഗപ്പെടും. ചന്ദ്രന്റെ ഉപരിതലത്തിൽ അപകട സാധ്യതകളുള്ള ഗർത്തങ്ങൾ, ലാവ ട്യൂബുകൾ എന്നിവ സ്വയം തിരിച്ചറിയാനും മാപ്പിംഗ് ചെയ്യാനും AI സാങ്കേതികവിദ്യ സഹായിക്കും. ഭാവി ചാന്ദ്രദൗത്യങ്ങളിൽ റോവറുകൾക്ക് ഭൂമിയുടെ നിയന്ത്രണമില്ലാതെ തന്നെ സ്വയം സഞ്ചരിക്കാനും ഗവേഷണങ്ങൾ നടത്താനും AI അധിഷ്ഠിത സംവിധാനങ്ങൾ ഉപയോഗിക്കും. ഭൂമിയിലെ ഊർജ്ജ ജലക്ഷാമം മറികടക്കാൻ ചന്ദ്രനിൽ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കാൻ ടെക് ഭീമന്മാർ പദ്ധതിയിടുന്നുണ്ട്. അന്തരീക്ഷമില്ലാത്തതും കുറഞ്ഞ ഗുരുത്വാകർഷണമുള്ള ചന്ദ്രന്റെ അവസ്ഥ AI സെർവറുകൾക്ക് അനുയോജ്യമാണ്. ബ്ലൂ ഒറിജിൻ, SpaceX പോലുള്ള കമ്പനികൾ ചന്ദ്രനിൽ AI ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കാനുള്ള വലിയ സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ സാന്നിധ്യമില്ലാതെ തന്നെ ചന്ദ്രനിൽ കൃത്രിമ താവളങ്ങൾ നിർമ്മിക്കാനും അവിടുത്തെ ഊർജ്ജ വിതരണം, താപനില, സുരക്ഷ എന്നിവ നിയന്ത്രിക്കാനുമൊക്കെ AI അത്യന്താപേക്ഷിതമാണ്. സ്പേസ് ഡാറ്റാ സെന്ററുകൾ എന്ന സങ്കല്പത്തെക്കുറിച്ച് തല പുകയ്ക്കുകയാണ് ആമസോണും SpaceXും ഗൂഗിളും പോലുള്ള ടെക് ഭീമന്മാർ. ബഹിരാകാശ GPU ഫാമുകളെക്കുറിച്ച് NVIDIA പോലുള്ള കമ്പനികളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. AI കാലത്ത് അനിവാര്യമായ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കാൻ അങ്ങ് ചന്ദ്രൻ വരെ പോകുന്നതിനെക്കുറിച്ച് ടെക് ഭീമന്മാർക്ക് യാതൊരു ശങ്കയുമില്ല. AI സാങ്കേതിക വിദ്യ നമ്മളുടെ ദൈനംദിന ജോലികൾ എളുപ്പമാക്കിയിരുന്നു. പക്ഷേ AI പ്രവർത്തിപ്പിക്കാൻ ടെക് കമ്പനികൾക്ക് ഭീമൻ ഡാറ്റാ സെന്ററുകൾ ആവശ്യമാണ്. ഇപ്പോൾ ഭൂമിയിൽ പരിമിതമായ വൈദ്യുതിയും വെള്ളവും മാത്രമേ ഉള്ളൂ. ഇത് ഭാവിയിലെ ഡാറ്റാ സെന്ററുകൾക്ക് അപര്യാപ്തമായിരിക്കും. ഇപ്പോൾ തന്നെ ഡാറ്റാ സെന്ററുകൾക്ക് ആവശ്യമായ വെള്ളവും വൈദ്യുതിയും ഇവിടെ ഇല്ല എന്ന പ്രതിസന്ധി സജീവമാണ്. അതുകൊണ്ട് തന്നെ US ടെക് ഭീമന്മാർ ചന്ദ്രനിലും ബഹിരാകാശത്തുമൊക്കെ വരും ഭാവിയിൽ തന്നെ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇലോൺ മസ്കും ജെഫ് ബെസോസും സുന്ദർ പിച്ചയും ഒക്കെ ചന്ദ്രനിൽ വലിയ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരിലെ പ്രമുഖന്മാരാണ്. SpaceXും ആമസോണും ഗൂഗിളും സ്പേസ് ഡാറ്റാ സെന്റർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലേക്ക് വേഗം നീങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഭൂമിയിലെ വൈദ്യുതി ക്ഷാമത്തിന് പുറമെ പുതിയ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിലെ നിയമപരമായ സങ്കീർണതകളുമാണ് ഇതിന് കാരണം. ഡാറ്റാ സെന്റർ തണുപ്പിക്കാൻ മില്യൺ കണക്കിന് ലിറ്റർ ജലം അനിവാര്യമാണെന്ന യാഥാർത്ഥ്യവും ഈ ഗ്രഹാന്തര സ്വപ്നങ്ങൾക്ക് പിന്നിലുണ്ട്. ചന്ദ്രൻ നമുക്ക് പ്രപഞ്ചത്തിൽ നിന്നുള്ളൊരു സമ്മാനമാണെന്നാണ് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ വാക്കുകൾ. ബെസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിനും ഇലോൺ മസ്കിന്റെ SpaceXും ബഹിരാകാശ യാത്രാ ചിലവ് കുറയ്ക്കുന്നതിനായി പ്രയത്നിക്കുകയാണ്. ചന്ദ്രനിൽ വലിയ AI ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുകയാണ് ബെസോസിന്റെ ഒരു സ്വപ്നം. ചാന്ദ്ര കമ്പ്യൂട്ടിങ്ങിനായി തയ്യാറെടുക്കുന്ന പ്രൊജക്ട് സൺ ക്യാച്ചർ ഗൂഗിൾ ആരംഭിച്ചു കഴിഞ്ഞു. സൗരോർജ്ജ സംവിധാനം ഘടിപ്പിച്ച സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന AI സെർവറുകൾ ഉണ്ടാകുക എന്ന കാഞ്ഞ ബുദ്ധിയാണ് ഇലോൺ മസ്കിനുള്ളത്. ലേസർ വഴി പരസ്പരം വേഗത്തിൽ ഡാറ്റ അയക്കാൻ ഈ ഉപഗ്രഹങ്ങൾക്കാകുമെന്നാണ് മസ്കിന്റെ പ്രതീക്ഷ. അടുത്ത തലമുറയിലെ AIയെ ചന്ദ്രനിൽ പരിശീലിക്കുമെന്നാണ് ഗൂഗിൾ CEO സുന്ദർ പിച്ചെ തറപ്പിച്ചു പറയുന്നത്. ബഹിരാകാശ മെഷീൻ ലേണിംഗ് ഘടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാൻ 2027ഓടെ തന്റെ കമ്പനി 2 പരീക്ഷണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമെന്നും
ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിന്റെ തലവൻ കൂടിയായ സുന്ദർ പിച്ചയുടെ വാക്കുകളിലുണ്ട്. എങ്കിലും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പിച്ചെ സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷേ എയുടെ സുസ്ഥിരമായ ഭാവിക്ക് ഇത്തരം സാഹസിക പരീക്ഷണങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നാണ് സുന്ദർ പിച്ചെ അടിവരയിടുന്നത്. AI മോഡലുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ധാരാളം വൈദ്യുതി ആവശ്യമാണ്. US വൈദ്യുതി അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡാറ്റാ സെന്ററുകൾക്കായി എല്ലാ വർഷവും 100 ജിഗാവാട്ട് പുതിയ വൈദ്യുതി ആവശ്യമാണെന്നാണ് OpenAI പറയുന്നത്. നിലവിൽ AI മോഡലുകളുടെ പരിശീലനം നിലയ്ക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കമ്പനികൾ ഗ്യാസ് ടർബൈനുകളാണ് പ്രവർത്തിപ്പിക്കുന്നത്. ബഹിരാകാശത്ത് ഒരു ഡാറ്റാ സെന്റർ നിർമ്മിച്ചാൽ നിരവധി പ്രയോജനങ്ങളാണുള്ളത്. 24 മണിക്കൂറും സൂര്യപ്രകാശം ലഭിക്കും. മേഘങ്ങളുടെയും മഴയുടെയോ തടസ്സവുമില്ല. ബഹിരാകാശത്ത് സോളാർ പാനലുകൾ എപ്പോഴും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കും. ഭൂമിയിലെ പോലെ ഡാറ്റാ സെന്ററുകൾ തണുപ്പിക്കാൻ വലിയ സംവിധാനങ്ങളോ ചിലവോ ഒന്നും ആവശ്യമില്ല. ബഹിരാകാശത്തും ചന്ദ്രനിലുമൊന്നും സർക്കാർ നിയന്ത്രണമില്ല. കമ്പനികൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം. വൈദ്യുതി, ജലലഭ്യത മാത്രമല്ല, ഡാറ്റാ സെന്ററുകൾ ബഹിരാകാശത്തേക്ക് മാറുന്നതിനായി ടെക് കമ്പനികളെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളിൽ ഇതെല്ലാമുണ്ട്. ഭാവിയിൽ മനുഷ്യകുലം AI-യിൽ ഭ്രമണം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ അച്ചുതണ്ടായി മാറാനിരിക്കുകയാണ് ചന്ദ്രനും. ഭൂമിയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്കിന്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ചന്ദ്രനും വിട്ട് സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹമായ ചൊവ്വയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബഹിരാകാശ ഗവേഷണ കമ്പനിയായ സ്പേസ് എക്സ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വയിൽ വെറുമൊരു സന്ദർശനം നടത്തുക എന്നത് മാത്രമല്ല മസ്കിന്റെ ലക്ഷ്യം. മറിച്ച് അവിടെ മനുഷ്യന്റെ സ്ഥിര താമസത്തിനുള്ള ഒരു കോളനി നിർമ്മിച്ച് മനുഷ്യരാശിയെ ഒരു മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് അഥവാ ഒന്നിലധികം ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന ജീവിവർഗമായി മാറ്റുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്യന്തികമായ സ്വപ്നം. അതിലേക്കുള്ള യാത്രയിലാണ് മസ്ക് ഇപ്പോൾ. അതിനായി വെല്ലുവിളികളും ഏറെയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്കിന്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ മാത്രമല്ല ഒതുങ്ങുന്നത്. സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹമായ ചൊവ്വയെ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ബഹിരാകാശ ഗവേഷണ കമ്പനിയായ സ്പേസ് എക്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൊവ്വയിൽ വെറുമൊരു സന്ദർശനം നടത്തുക എന്നത് മാത്രമല്ല മസ്കിന്റെ ലക്ഷ്യം. മറിച്ച് അവിടെ മനുഷ്യന്റെ സ്ഥിര താമസത്തിനുള്ള ഒരു കോളനി നിർമ്മിച്ച് മനുഷ്യരാശിയെ ഒരു മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് അഥവാ ഒന്നിലധികം ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന ജീവിവർഗമായി മാറ്റുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്യന്തികമായ സ്വപ്നം. മസ്കിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ബോധമണ്ഡലത്തിന്റെ വ്യാപ്തിയും ആഴവും വർദ്ധിപ്പിക്കുന്നതിനും മനുഷ്യ നാഗരികതയുടെ ദീർഘകാല നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനുമാണ് നമ്മൾ ചൊവ്വയിലേക്ക് പോകേണ്ടത് എന്നുള്ളതാണ്. 2000 ആണ്ടിന്റെ തുടക്കം മുതൽ തന്നെ മസ്ക് ഈ സ്വപ്നത്തിന് പിന്നാലെയായിരുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഭൂമി മനുഷ്യന് അത്ര സുരക്ഷിതമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ. ഭാവിയിൽ ഭൂമിക്ക് എന്തെങ്കിലും വലിയ ദുരന്തം സംഭവിച്ചാൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് അഥവാ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ടാണ് മസ്ക് ചൊവ്വയെ കാണുന്നത്. എന്നാൽ യാഥാർത്ഥ്യവും വളരെ കഠിനവുമാണ് ആ സംഭവം. ചൊവ്വ മനുഷ്യന് ജീവിക്കാൻ ഒട്ടും അനുകൂലമല്ലാത്ത അതിശൈത്യമുള്ളതും വരണ്ടതുമായ ഒരു ഗ്രഹമാണ്. അവിടെ ചെന്നിറങ്ങുക എന്നത് മാത്രമല്ല വെല്ലുവിളി, മറിച്ച് അവിടെ ശ്വസിക്കാനുള്ള വായു, ഭക്ഷണം, ഊർജം, സുരക്ഷിതമായ പാർപ്പിടം എന്നിവ ദീർഘകാലത്തേക്ക് ഒരു പരിധിയുമില്ലാതെ നിർമ്മിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രയത്നം. ഈ സംവിധാനങ്ങളിൽ ഒരൊറ്റ പിഴവുണ്ടായാൽ പോലും മുഴുവൻ ദൗത്യവും പരാജയപ്പെട്ടേക്കും. ഈ വലിയ ദൗത്യം വിജയിപ്പിക്കുന്നതിനായി സ്പേസ് എക്സ് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ശക്തമായ റോക്കറ്റ് സംവിധാനമാണ് സ്റ്റാർഷിപ്പ് സൂപ്പർ ഹെവി. ഇതിന്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് 120 മുതൽ 142 മീറ്റർ വരെ ഉയരമുള്ള ഈ റോക്കറ്റ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനക്ഷമമായ റോക്കറ്റ് സംവിധാനമാണ്. ഇത് പൂർണ്ണമായും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബഹിരാകാശത്തേക്ക് 100 മുതൽ 150 ടൺ വരെ ഭാരം വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഈ സംവിധാനത്തിന് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, സൂപ്പർ ഹെവി ബൂസ്റ്റർ ഒന്നാം ഘട്ടമാണ്. വിക്ഷേപണത്തിന് ശേഷം ഈ ബൂസ്റ്റർ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. പരമ്പരാഗത റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇത് വിക്ഷേപണ തറയിലേക്ക് തന്നെ തിരിച്ചിറങ്ങുകയും വിക്ഷേപണ ടവറിലെ മെക്കാസില്ല എന്നറിയപ്പെടുന്ന ഭീമാകാരമായ മെക്കാനിക്കൽ കൈകൾ ഉപയോഗിച്ച് ഇതിനെ വായുവിൽ വെച്ച് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് സ്റ്റാർഷിപ്പ് അപ്പർ സ്റ്റേജ് ആണ്. യഥാർത്ഥ അന്തഗ്രഹവാഹനം മനുഷ്യരെയും ചൊവ്വ കോളനിക്ക് ആവശ്യമായ വലിയ സാമഗ്രികളും വഹിക്കുന്നത് ഈ ബഹിരാകാശ വാഹനമാണ്.
ഈ മുഴുവൻ സംവിധാനത്തിൻ്റെ ഹൃദയം എന്നത് സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത അത്യാധുനിക റാപ്റ്റർ എഞ്ചിനാണ്. ദ്രാവക മീഥേനും ദ്രാവക ഓക്സിജനുമാണ് ഇതിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. മണ്ണെണ്ണയോ ഹൈഡ്രജനോ ഉപയോഗിക്കാതെ മീഥേൻ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇത് വളരെ ശുദ്ധമായി കത്തുന്നതിനാൽ എഞ്ചിന് കേടുപാടുകൾ സംഭവിച്ചേക്കില്ല. ഇത് റോക്കറ്റ് പെട്ടെന്ന് വീണ്ടും ഉപയോഗിക്കാനും സഹായിക്കും. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം, ചൊവ്വയിലെ പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ച് മീഥേൻ അവിടെ വെച്ച് തന്നെ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിനെ ഇൻസിറ്റു റോസസ് യൂട്ടിലൈസേഷൻ എന്ന് വിളിക്കും. ചൊവ്വയിൽ വെച്ച് ഇന്ധനം നിർമ്മിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് മടക്കയാത്രയ്ക്കുള്ള ഇന്ധനം കൂടി ചുമന്ന് കൊണ്ടുപോകേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗപ്രദവുമാണ്. ഒരു കാലത്ത് സയൻസ് ഫിക്ഷൻ മാത്രമായിരുന്ന പലതിനെയും യാഥാർത്ഥ്യമാക്കി ഇലോൺ മസ്കിന്റെ പുതിയ പ്രവചനം കണ്ട അമ്പരന്നിരിക്കുകയാണ് ഇപ്പോൾ സാങ്കേതിക ലോകം. ലോകത്ത് വ്യക്തിഗത സമ്പത്ത് ആദ്യമായി $1 ട്രില്യൺ കടക്കുന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ച ഈ ടെക്നോക്രാറ്റ് പറയുന്നത് ഭൂമിയിൽ നിർമ്മിത ബുദ്ധിയുടെ അശ്വമേധത്തിന് അധികം വൈകാതെ വേഗത കുറയും എന്നാണ്. നിർമ്മിത ബുദ്ധിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധ്യതയുള്ള ഇടമായാണ് മസ്ക് ചന്ദ്രനെ കാണുന്നത്. ഭൂമിയിൽ സാധിക്കുന്നതിന്റെ നിരവധി മടങ്ങ് ശേഷി ചന്ദ്രന് നൽകാനായേക്കുമെന്ന പ്രതീക്ഷയാണ് മസ്കിനുള്ളത്. ഭൂമിക്ക് വെളിയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചേക്കാവുന്ന കമ്പ്യൂട്ടിംഗ് ശക്തിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇവിടെ ലഭിച്ചേക്കുള്ളൂ. ഭൂമിയിലെ ഭൗതിക സാഹചര്യങ്ങളിലുള്ള പരിമിതിയായാണ് വളർച്ച തടയാനുള്ള കാരണമായി മസ്ക് കാണുന്നത്. JP മോർഗൻ ചേസ് മേധാവി ജാമി ഡൈമൺ നടത്തിയ സംഭാഷണത്തിലാണ് AI ഭാവി വളർച്ചയ്ക്ക് വേണ്ട കമ്പ്യൂട്ടിംഗ് ശേഷി ഭൂമിക്ക് നൽകാനായേക്കില്ലെന്ന് മസ്ക് അഭിപ്രായപ്പെട്ടത്. അതേസമയം ചൊവ്വയെ മനുഷ്യവാസത്തിന് ഉതകുന്ന രീതിയിൽ പരുവപ്പെടുത്താനായേക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാലത്ത് സയൻസ് ഫിക്ഷൻ മാത്രമായിരുന്ന പലതിനെയും യാഥാർത്ഥ്യമാക്കിയ ഇലോൺ മസ്കാണ്. പുതിയ പ്രവചനം കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഇപ്പോൾ സാങ്കേതിക ലോകം. ഓഹരി വ്യാപാരം ആരംഭിച്ചതോടെ ലോകത്ത് വ്യക്തിഗത സമ്പത്ത് ആദ്യമായി $1 ട്രില്യൺ അഥവാ $1,00,000 കോടി കടക്കുന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഭൂമിയിൽ നിർമ്മിത ബുദ്ധിയുടെ അശ്വമേധത്തിന് അധികം വൈകാതെ തന്നെ വേഗത കുറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. AI വികസിപ്പിക്കാൻ വേണ്ട കമ്പ്യൂട്ടിംഗ് വിഭവശേഷി ഭൂമിയിൽ കണ്ടെത്താനായേക്കില്ല. അതിനുവേണ്ട ഊർജ അടിസ്ഥാന സൗകര്യ മേഖലകളുടെ പരിമിതി ഭാവിയിൽ വെളിവാക്കപ്പെടും. പകരം ഭൂമിക്കപ്പുറത്തുള്ള സാധ്യതകൾ ആരായണമെന്നാണ് മസ്ക് പറയുന്നത്. ആദ്യം ചന്ദ്രനും പിന്നീട് ചൊവ്വയും ഭാവി പരിപാടികൾക്ക് എങ്ങനെ ഉപകരിക്കുമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ചന്ദ്രനിൽ നിരവധി സാധ്യതകളാണുള്ളത്. നിർമ്മിത ബുദ്ധിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധ്യതയുള്ള ഇടമായി തന്നെയാണ് മസ്ക് ചന്ദ്രനെ കാണുന്നത്. ഭൂമിയിൽ സാധിക്കുന്നതിൻ്റെ നിരവധി മടങ്ങ് ശേഷി ചന്ദ്രനിൽ നൽകാനായേക്കും. ഭൂമിക്ക് വെളിയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചേക്കാവുന്ന കമ്പ്യൂട്ടിംഗ് ശക്തിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇവിടെ ലഭിച്ചേക്കുള്ളൂ. ഉദാഹരണമായി, ഭൂമിയിൽ AI സ്പേസ് കമ്പ്യൂട്ടിംഗിന് വേണ്ടി ഒരു വർഷം 1 ടെറാവാട്ടൊക്കെ ഉൽപ്പാദിപ്പിക്കാനായേക്കും. എന്നാൽ ചന്ദ്രനിൽ പ്രതിവർഷം 1000 ടെറാവാട്ട് അല്ലെങ്കിൽ അതിലേറെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചേക്കുമെന്നാണ് മസ്കിന്റെ കണക്കുകൂട്ടൽ. വൻതോതിലുള്ള AI അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് ഭൂമിയേക്കാൾ പല രീതിയിൽ ഉചിതം ചന്ദ്രനാണെന്നും മസ്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. ഉപരിതലത്തിൽ ഗുരുത്വാകർഷണം കുറവാണെന്നതും ചന്ദ്രന് ഒരു അന്തരീക്ഷം ഇല്ലെന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് ഗുണകരമാകുക എന്നാണ് മസ്കിന്റെ നിരീക്ഷണം. ചന്ദ്രന് അന്തരീക്ഷമില്ലാത്തതിനാലും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ 1/6 ഉള്ളൂ എന്നതിനാലും അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ആക്സിലറേറ്റർ ഉപയോഗിക്കാം എന്നാണ് മസ്ക് നിരീക്ഷിക്കുന്നത്. ഡീപ് സ്പേസിൽ AI ഡാറ്റാ സെന്ററുകൾ ആരംഭിക്കാൻ റോക്കറ്റുകൾ ആവശ്യമില്ല. പകരം റെയിൽ ഗൺ പോലെയുള്ള സംവിധാനം ഉപയോഗിച്ച് അവ എഴുതുവിട്ടാൽ മതി. മസ്ക് പറയുന്നത് ഇങ്ങനെയാണ്: പദ്ധതികൾ ആദ്യം ചന്ദ്രനിൽ ആരംഭിക്കും, പിന്നെ അവ ചൊവ്വയിലേക്കും വ്യാപിപ്പിക്കാനാണ് മസ്കിന്റെ ആഗ്രഹം. തനിയെ വളരുന്ന ഒരു നഗരം നമുക്ക് ചൊവ്വയിലേതിനേക്കാൾ എളുപ്പത്തിൽ ചന്ദ്രനിൽ നിർമ്മിക്കാനാകും എന്നാണ് മസ്ക് പറയുന്നത്. ബഹിരാകാശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കലിനും നിർമ്മാണ പദ്ധതികൾക്കും ഏറ്റവും യോജിച്ച സ്ഥലമാണ് ചന്ദ്രൻ. അതിനുശേഷം സ്പേസിന്റെ മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാം. മസ്ക് തന്റെ സ്വപ്നങ്ങളായിരുന്നു വെളിപ്പെടുത്തിയതത്രയും. ചൊവ്വയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയ മസ്ക് പറഞ്ഞത് ആ ഗ്രഹത്തെ ഒരു കാലത്ത് കുറേയൊക്കെയെങ്കിലും ഭൂമിയെ പോലെ ആക്കാനായേക്കും എന്നാണ്. ചൊവ്വയുടെ ഊഷ്മാവ് ഉയർത്താനായാൽ ഒരു കാലത്ത് ആ ഗ്രഹത്തെ ഭൂമിയെ പോലെ ആക്കാനായേക്കും. ദ്രാവക സമുദ്രങ്ങളും ജീവനും ഉണ്ടായാൽ ചൊവ്വയിൽ സ്പേസും മറ്റൊന്നുമില്ലാതെ പുറത്ത് നടക്കാനായേക്കുമെന്നും മസ്ക് കണക്ക് കൂട്ടുന്നുണ്ട്.
താൻ ചൊവ്വയെ വിളിക്കുന്നത് ഒരു ഫിക്സർ അപ്പർ ഗ്രഹം എന്നാണ്. ചൊവ്വയിൽ ഒരുപാട് സാധ്യതകൾ തനിക്ക് കാണാനാകുന്നുണ്ടെന്നാണ് ആ കോടീശ്വരൻ പറയുന്നത്. ബഹിരാകാശ ഇന്ധനം നിറയ്ക്കൽ തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് സ്റ്റാർഷിപ്പിനുള്ളത്. ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്ക് നേരിട്ട് പറന്നുയരാൻ സ്റ്റാർഷിപ്പിന് കഴിഞ്ഞേക്കില്ല. കാരണം ചൊവ്വയിലേക്ക് പോകാനും അവിടെ നിന്ന് തിരികെ വരാനുമുള്ള ഇന്ധനം ഒറ്റയടിക്ക് വഹിക്കാൻ സ്റ്റാർഷിപ്പിന് ശേഷിയില്ല. അതിനായി ബഹിരാകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന അതീവ സങ്കീർണമായ ഒരു രീതിയാണ് സ്പേസ് എക്സ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ബഹിരാകാശത്ത് സൂര്യപ്രകാശം തട്ടി ഈ ഇന്ധനം പെട്ടെന്ന് തിളച്ചുമറിയാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ പ്രക്രിയ അതീവ അപകടം പിടിച്ചതാണ്. ഈ ഓർബിറ്റൽ റിഫ്യൂലിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ മസ്കിന്റെ ചൊവ്വ ദൗത്യം പൂർണ്ണമായും തകർന്നേക്കും. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് നേരിട്ട് പറന്നുയരാൻ സ്റ്റാർഷിപ്പിന് കഴിയില്ല. കാരണം ചൊവ്വയിലേക്ക് പോകാനും അവിടെ നിന്ന് തിരികെ വരാനുമുള്ള ഇന്ധനം ഒറ്റയടിക്ക് വഹിക്കാൻ സ്റ്റാർഷിപ്പിന് ശേഷിയില്ല. അതിനായി ബഹിരാകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന അതീവ സങ്കീർണമായ ഒരു രീതിയാണ് സ്പേസ് എക്സ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആദ്യം ചൊവ്വയിലേക്ക് പോകേണ്ട പ്രധാന സ്റ്റാർഷിപ്പ് ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ എത്തി നിൽക്കും. തുടർന്ന് ഇന്ധനം മാത്രം വഹിച്ചുകൊണ്ടുള്ള 8 മുതൽ 14 വരെ സ്റ്റാർഷിപ്പ് ടാങ്കറുകൾ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കും. ഈ ടാങ്കറുകൾ ബഹിരാകാശത്ത് വെച്ച് പ്രധാന സ്റ്റാർഷിപ്പുമായി ബന്ധിപ്പിക്കുകയും 0 ഗുരുത്വാകർഷണത്തിൽ വൻതോതിൽ ദ്രാവക മീഥേനും ഓക്സിജനും കൈമാറുകയും ചെയ്യും. ബഹിരാകാശത്ത് സൂര്യപ്രകാശം തട്ടി ഈ ഇന്ധനം പെട്ടെന്ന് തിളച്ചുമറിയാൻ സാധ്യതയുള്ളതിനാൽ ഈ പ്രക്രിയ അതീവ അപകടം പിടിച്ചതാണ്. ഈ ഓർബിറ്റൽ റീഫ്യൂലിംഗ് പരാജയപ്പെട്ടാൽ മസ്കിന്റെ ചൊവ്വ ദൗത്യം പൂർണ്ണമായും തകരും. ഇന്ധനം നിറച്ച ശേഷം ഭൂമിയും ചൊവ്വയും തമ്മിൽ നേർരേഖയിൽ വരുന്ന ഹോംമാൻ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്നതിനായി കാത്തിരിക്കണം. ഇത് 26 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് സംഭവിക്കുക. ഈ സമയത്ത് സ്റ്റാർഷിപ്പ് കുതിച്ചുയരുകയും ചൊവ്വയിലേക്കുള്ള 6 മുതൽ 9 മാസം വരെ നീളുന്ന ദീർഘമായ യാത്ര ആരംഭിക്കുകയും ചെയ്യും. ഈ യാത്രയിൽ ബഹിരാകാശ സഞ്ചാരികൾ കടുത്ത റേഡിയേഷൻ, ഗുരുത്വാകർഷണമില്ലായ്മ, കടുത്ത മാനസിക ഒറ്റപ്പെടൽ എന്നിവയൊക്കെ നേരിടേണ്ടിയും വന്നേക്കും. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ സെക്കൻഡിൽ 7.5 കിലോമീറ്റർ വേഗതയിൽ പ്രവേശിക്കുന്ന സ്റ്റാർഷിപ്പ് വായുവിന്റെ പ്രതിരോധം ഉപയോഗിച്ച് വേഗത കുറച്ച ശേഷം എഞ്ചിനുകൾ ജ്വലിപ്പിച്ച് നേരെ നിവർന്നു വേണം ചൊവ്വ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്യാനായി. പരീക്ഷണങ്ങളും യാഥാർത്ഥ്യവുമുണ്ട്. 2023 മുതൽ 2026 വരെയുള്ള യാത്രകൾ നോക്കുക. വേഗത്തിൽ നിർമ്മിക്കുക, വേഗത്തിൽ പറത്തുക, പരാജയങ്ങളിൽ നിന്ന് വേഗത്തിൽ പഠിക്കുക എന്ന ശൈലിയാണ് സ്പേസ് എക്സ് എപ്പോഴും പിന്തുടരാറുള്ളത്. 2023 ആദ്യത്തെ 2 സ്റ്റാർഷിപ്പ് പരീക്ഷണങ്ങളും വലിയ പരാജയമായിരുന്നു. IFT-1 പരീക്ഷണം നിയന്ത്രണം നഷ്ടപ്പെട്ട് മെക്സിക്കോ ഉൾക്കടലിന് മുകളിൽ സ്വയം പൊട്ടിത്തെറിക്കുകയുണ്ടായി. IFT-2 പരീക്ഷണത്തിൽ റോക്കറ്റിന്റെ 2 ഘട്ടങ്ങളും വിജയകരമായി വേർപിരിഞ്ഞെങ്കിലും പിന്നീട് അന്തരീക്ഷത്തിൽ വെച്ച് തകരുകയാണുണ്ടായത്. 2024 ഈ വർഷം സ്പേസ് എക്സിന് വലിയ മുന്നേറ്റമാണുണ്ടായത്. IFT-3 പരീക്ഷണത്തിൽ റോക്കറ്റ് ബഹിരാകാശത്തെത്തിയെങ്കിലും തിരിച്ചിറങ്ങുമ്പോൾ തകർന്നു. ജൂണിൽ നടന്ന IFT-4 പരീക്ഷണത്തിൽ 2 ഭാഗങ്ങളും വിജയകരമായി കടലിൽ നിയന്ത്രിതമായി പതിച്ചു. ഒക്ടോബറിൽ നടന്ന IFT-5 പരീക്ഷണം ചരിത്രമായി മാറി. ഇതിൽ സൂപ്പർ ഹെവി ബൂസ്റ്ററിനെ മെക്കാസില്ല കൈകൾ വായുവിൽ വെച്ച് വിജയകരമായി പിടിച്ചെടുത്തു. എങ്കിലും റോക്കറ്റിന്റെ മുകൾ ഭാഗം അന്തരീക്ഷത്തിൽ തിരിച്ചിറങ്ങുമ്പോൾ കടുത്ത ചൂട് കാരണം വെല്ലുവിളികൾ നേരിട്ടിരുന്നു. 2025-26 കാലയളവിൽ ബൂസ്റ്റർ പിടിച്ചെടുക്കൽ കൂടുതൽ കൃത്യതയാർന്നെങ്കിലും ബഹിരാകാശ വാഹനത്തിന്റെ അന്തരീക്ഷ പുനഃപ്രവേശനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളും സുരക്ഷാ പരിശോധനകളും കാരണം പരീക്ഷണങ്ങളുടെ വേഗത കുറയുകയാണുണ്ടായത്. 2026 ഭൂമി ചൊവ്വ വിന്യാസ സമയത്ത് മനുഷ്യരില്ലാത്ത ആദ്യ പേടകം ചൊവ്വയിലേക്ക് അയക്കാൻ സ്പേസ് എക്സ് പദ്ധതിയിട്ടിരുന്നുവെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഈ സമയപരിധി നീണ്ടുപോവുകയാണുണ്ടായത്. ചൊവ്വ ദൗത്യത്തിനു മുന്നിൽ നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു. ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനും അവിടെ നിലനിർത്തുന്നതിനും ശാസ്ത്രലോകം ഇനിയും പരിഹരിക്കാത്ത വലിയൊരു കൂട്ടം പ്രശ്നങ്ങൾ തന്നെയുണ്ട്. ഭാരമേറിയ പേടകങ്ങൾ ലാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ആദ്യം. ചൊവ്വയുടെ അന്തരീക്ഷം ഭൂമിയുടേതിനേക്കാൾ 1% മാത്രം സാധ്യത ഏറിയതാണ്. അതിനാൽ പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് വലിയ പേടകങ്ങളുടെ വേഗത കുറയ്ക്കാനാകില്ല. മനുഷ്യ ദൗത്യങ്ങൾക്ക് 50 മുതൽ 100 ടൺ വരെ ഭാരമുള്ള വാഹനങ്ങൾ ലാൻഡ് ചെയ്യേണ്ടി വരും. ഇതിനായുള്ള സൂപ്പർസോണിക് സാങ്കേതിക വിദ്യകൾ ഇനിയും പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇന്ധന ഉൽപ്പാദനത്തിലെ വെല്ലുവിളികളാണ് അടുത്തത്.
ചൊവ്വയിലെ കാർബൺ ഡയോക്സൈഡും ഐസും ഉപയോഗിച്ച് മീഥേൻ നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് വലിയ തോതിലുള്ള ഊർജമാണ് ആവശ്യമായി വരിക. ഇതിനായി മെഗാവാട്ട് ശേഷിയുള്ള ന്യൂക്ലിയർ റിയാക്ടറുകൾ ചൊവ്വയിൽ സ്ഥാപിക്കേണ്ടി വന്നേക്കും. ഇത് നിലവിൽ ലഭ്യവുമല്ല. പിന്നീടൊന്ന് മാരകമായ റേഡിയേഷനാണ്. മാസങ്ങൾ നീളുന്ന യാത്രയിലും ചൊവ്വ ഉപരിതലത്തിലും ബഹിരാകാശ സഞ്ചാരികൾക്ക് കടുത്ത പ്രപഞ്ചകിരണങ്ങളും സൗരവികിരണങ്ങളും ഏൽക്കേണ്ടി വരും. ഇത് ക്യാൻസറിനും തലച്ചോറിലെ കോശങ്ങളുടെ നാശത്തിനും വരെ കാരണമായേക്കും. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളും ആശയവിനിമയ തടസ്സങ്ങളുമാണ്. ഗുരുത്വാകർഷണമില്ലായ്മ കാരണം മനുഷ്യന്റെ അസ്ഥികളും പേശികളും ദുർബലപ്പെട്ടേക്കും. കൂടാതെ ചൊവ്വയിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു സന്ദേശം എത്തിക്കാൻ 4 മുതൽ 24 മിനിറ്റ് വരെ സമയമെടുക്കും. സൂര്യൻ ഭൂമിക്കും ചൊവ്വയ്ക്കുമിടയിൽ വരുന്ന 2 ആഴ്ചക്കാലം ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെടും. ഈ സമയത്ത് എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ബഹിരാകാശ സഞ്ചാരികൾ ഒറ്റയ്ക്ക് തന്നെ തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ഇലോൺ മസ്കിന്റെ പക്കൽ $1 ട്രില്യൺ സമ്പത്തുണ്ടെങ്കിൽ പോലും ചൊവ്വ ദൗത്യം എന്നത് പണം കൊണ്ട് മാത്രം പെട്ടെന്ന് തീർക്കാവുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ അടക്കം വ്യക്തമാക്കുന്നത്. സ്പേസ് എക്സിന്റെ എഞ്ചിനീയറിംഗ് പുരോഗതിയെ അഭിനന്ദിക്കുമ്പോൾ തന്നെ മസ്കിന്റെ സമയപരിധികൾ പലപ്പോഴും അമിത പ്രതീക്ഷകൾ നിറഞ്ഞതാണെന്ന് മാർസ് സൊസൈറ്റി പ്രസിഡന്റ് അടക്കം സൂചിപ്പിച്ചിരുന്നു. ജർമ്മനിയിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡ്രെസനിലെ ബഹിരാകാശ ഗതാഗത വിഭാഗം മേധാവി വ്യക്തമാക്കുന്നത് ഈ പദ്ധതി നിലവിലെ സാഹചര്യത്തിൽ ഒട്ടും പ്രായോഗികമല്ല എന്നുള്ളതാണ്. സാങ്കേതികമായി ഇത് സാധ്യമാണെങ്കിലും പ്രായോഗികമായ തലത്തിൽ മനുഷ്യന് ചൊവ്വയിൽ കോളനികൾ സ്ഥാപിക്കാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വന്നേക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.